മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. ദേവൂട്ടിയെ, ഇന്നും വൈകിയില്ലേ? കഴിഞ്ഞില്ലേ കുട്ടി നിന്റെ നീരാട്ട്? കുളപ്പടവിലേക്ക് ഇറങ്ങി വന്ന കാർത്യായനിയമ്മ ദേവികയെ നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു. ചെമ്പരത്തിത്താളിയൊക്കെ പതപ്പിച്ചു നിന്നാൽ നിന്റെ ബസ് പോകും, പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അവർ കൽപ്പടവിലേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അവരെ കണ്ടുകൊണ്ട് ദേവിക മുഖമുയർത്തി നോക്കി. മുത്തശ്ശി പതുക്കെ, എവിടെയെങ്കിലും വീഴൂട്ടോ. ഏയ് ഇല്ലാന്നേ, നീ വേഗം കയറി വായോ, നേരം വൈകുന്നു. സമയം എത്രയായി മുത്തശ്ശി? 7 മണിയാവാറായോ? ദേവികയാണെങ്കിൽ താളി പതിപ്പിച്ചതെല്ലാം ഒരു ഓട്ടുപാത്രത്തിലേക്ക് പകർന്നുകൊണ്ട് അവരോട് തിരക്കി. 7 മണി കഴിഞ്ഞിരിക്കുന്നു കുട്ടി. ശാരദ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, നീ അങ്ങോട്ട് വാ. അവർ ദേവികയെ നോക്കി. മുത്തശ്ശി എന്താ ഈ വയ്യാത്ത കാലം വെച്ച് ഇന്ന് നേരത്തെ കുളിക്കാൻ ഇറങ്ങി? ഇന്നലെ വൈകിട്ടും കൂടി ഞാൻ കൊട്ടൻ ചുക്കാതി തൈലമിട്ട് ചൂട് പിടിച്ച് തന്നതല്ലേ, വേദന കൂടിക്കഴിഞ്ഞാൽ കാണാം. ദേവിക ചെറുതായി ചുണ്ടിയെടുത്തു. ഇന്ന് പ്രദോഷമാണ് എൻ്റെ കുട്ടി, അതുകൊണ്ടല്ലേ. എത്ര വയ്യെങ്കിലും ഈ ശീലം മാത്രം തെറ്റിക്കാൻ മുത്തശ്ശിക്കാവില്ല മക്കളെ. ചെറുതിലേ തൊട്ടെടുക്കണതാ. കാർത്തിയായനിയമ്മ ഭക്തിപൂർവ്വം പറഞ്ഞു. ശരിയാട്ടോ, ഇന്ന് പ്രദോഷമാണ്, ഞാനത് മറന്നു. ചെമ്പരത്തിത്താളിയുടെ മെഴുക്കെല്ലാം മുടിയിൽ നിന്നും ചെറുപയർ പൊടി ഇട്ട് കഴുകിക്കളഞ്ഞിട്ട് ദേവിക വേഗം തല തുവർത്തി കയറി. മതി മതി, നിന്റെ കുളിയും തേവാരും എല്ലാം, വേഗം ചെല്ലാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇന്നും ബസ് കിട്ടില്ല. അലക്കിപ്പിഴിഞ്ഞ വേഷമെടുത്ത് തോളത്തിട്ടുകൊണ്ട് അവൾ പടവുകൾ ഒന്നൊന്നായി കയറി. എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ വയറ് കാണും. മുത്തശ്ശി പറഞ്ഞു കേട്ട് അവൾ പിന്നാമ്പുറത്തേക്ക് ഓടി. വേഗം ആവട്ടെ ദേവു, നീ ഇന്നും താമസിച്ചെല്ലാനാണോ ഭാവം? എത്ര പറഞ്ഞാലും കേൾക്കില്ല. ശാരദ മകൾ വരുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു. ഇത് ശ്രീദേവിക, കിഴക്കേടത്ത് മാധവ വാര്യരുടെയും ശാരദയുടെയും ഇളയ മകൾ. ഡിഗ്രി ചെയ്യുകയാണവൾ. ഇത് 3-ാം വർഷം. ഇവൾക്ക് മൂത്തതായി ഒരു മകൾ കൂടിയുണ്ട്, ശ്രീലക്ഷ്മി. MBA ചെയ്യുകയാണവൾ. ദേവിയേക്കാൾ സുന്ദരിയാണ് ലക്ഷ്മി. വിളഞ്ഞ ഗോതമ്പിൻ്റെ നിറമാണ്. തോളപ്പം വെട്ടിയ കളർ ചെയ്ത മുടിയാണ് ലച്ചുവിനെങ്കിൽ പനങ്കുല പോലെ കറുത്ത മുടിയാണ് ദേവുവിന്. പരിഷ്കാരിയാണെങ്കിലും ആരും മോഹിക്കുന്ന സൗന്ദര്യമാണ് ലച്ചുവിന്. ദേവികയാണെങ്കിൽ ഒരു തനി നാട്ടിൻപുറത്തുകാരിയും. പഠിക്കുന്ന കാലത്തൊക്കെ ആ നാട്ടിലെ ആൺകുട്ടികളെല്ലാവരും ലച്ചുവിൻ്റെ പിന്നാലെ വരും. പക്ഷെ അവളാണെങ്കിൽ ആരെയും ഗൗനിക്കുക പോലുമില്ല. സൗന്ദര്യമുള്ളതുകൊണ്ട് അതിൻ്റെതായ ലേശ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. ദേവുവിൻ്റെ ഒരു പതുങ്ങിയ സ്വഭാവമാണ്. എല്ലാവരോടും വളരെയധികം വിനയവും ബഹുമാനവും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരു പാവം പെൺകുട്ടിയാണ് ദേവു. അമ്മേ, ഇന്ന് എന്താ കാലത്തെ കഴിക്കാൻ? ഈറൻ മുടിയിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളം പിഴിഞ്ഞു കളഞ്ഞുകൊണ്ട് ദേവിക അടുക്കളയിലേക്ക് വന്നു. ദേ, നിനക്കുള്ള ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ നോക്കുമോളെ. ശാരദ ഭർത്താവിനുള്ള ചായയുമായി വന്നു. അമ്മേ, എനിക്ക് ഈ ദോശ ഒന്നും വേണ്ട, കുറച്ച് ചൂട് ചോറെടുക്കുക. ആ നെയ്യ് ഇത്തിരി കടുകും കറിവേപ്പിലയിട്ട് വറുത്ത് മീതെ ഒഴിച്ചാൽ മതി. എൻ്റെ കുട്ടി നേരം വൈകും. ഇല്ലമ്മേ, ചായ ഞാൻ അച്ഛന് കൊടുക്കാം. ദേവിക അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛന് കൊടുക്കാനുള്ള ചായ മേടിച്ചുകൊണ്ട് വന്നു. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഒരു പലഹാരവും വേണ്ട. അവർ കറിവേപ്പില എടുക്കാനായി കിഴക്കുവശത്തേക്ക് നടന്നു. വാര്യരേ, അകത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഈണത്തിൽ അവൾ ഉറക്കെ വിളിച്ചു. നിനക്ക് കളി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അയാൾ വാത്സല്യപൂർവ്വം മകളുടെ ചെവിയിൽ പിടിച്ചു. അച്ഛാ, ഇന്നെന്താ നേരത്തെ റെഡിയായി ഓഫീസിൽ പോവാൻ? നേരം ആകുന്നല്ലേ ഉള്ളൂ. ദേവിക അച്ഛനോടായി പറഞ്ഞു. ഇന്ന് നമ്മുടെ ബാലകൃഷ്ണൻ്റെ മോളുടെ ചെക്കൻ വീട്ടുകാർ വരുവാ. കാലത്തെ അവിടെ ചെന്ന് ഒന്ന് മുഖം കാണിക്കണം. ഓഫീസിൽ പോകാതിരിക്കാനും കഴിയില്ല മോളെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ചായ മേടിച്ച് ചുണ്ടട്ടടുപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മാധവ് വാര്യർ അടുത്തുള്ള സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്. ബാലകൃഷ്ണൻ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ, നീലിമ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. ഇന്നാണല്ലേ അത്? എനിക്കാണെങ്കിൽ ഇന്ന് എക്സാം ഉണ്ട്. അച്ഛനോട് ചായക്കപ്പ് തിരികെ മേടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം മോളെ, നീ വൈകുന്നേരം പോയാൽ മതി അവിടേക്ക്. ആ, ശരി അച്ഛാ.
അമ്മ നെയ് മൂപ്പിക്കുന്ന മണം വരുന്നുണ്ടല്ലോ. നീ ദോശയുമായി ഇന്നും സമരമാണല്ലേ? ആര്യരും മണം പിടിക്കുന്നത് കണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. നീലിമയും ലച്ചുവിനും ഒരേ പ്രായമാണ്. അവളുടെ കല്യാണമാണ് ഇന്ന് ഉറപ്പിക്കുന്നത്. ഇവിടെ ഒരുത്തിക്കത് പറയുമ്പോൾ ഹാലിളകും. ശാരദ മകളുടെയും ഭർത്താവിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ലച്ചുവിൻ്റെ പഠനം ഈ മാസം കൊണ്ട് തീരുമല്ലോ, വരട്ടെ എന്നിട്ട് നോക്കാം. ആര്യൻ അതും പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിച്ചു. ഈ കളർ ചേരുവോമേ, അതോ ഇരുണ്ടു പോവോ ആവോ? വയലറ്റ് നിറമുള്ള ഒരു ചുരിദാറും പിടിച്ച് ദേവു അമ്മയുടെ അരികിലേക്ക് വന്നു. ചേരുമോളെ, നിനക്ക് എല്ലാ നിറവും ചേരുമല്ലോ. അത്രയ്ക്ക് കളർ കുറവൊന്നും എൻ്റെ കുട്ടിക്കില്ല, ശാരദ പറഞ്ഞു. ദേവു ആ ചുരിദാറുമായിട്ട് അകത്തേക്ക് പോയി. ദേവൂട്ടിക്കാണെങ്കിൽ ഇപ്പോഴും നിറം കുറവായതിൻ്റെ സങ്കടമാണ്. എല്ലാ കളറും ചേരില്ലെന്നൊക്കെയാണ് കുട്ടിയുടെ തോന്നൽ. ശാരദ ഭർത്താവിനെ നോക്കി പറഞ്ഞു. അത് അയാൾക്കും അറിയാം. ലച്ചുവിന് മാതാപിതാക്കളുടെ ചായയാണെങ്കിൽ ദേവുവിന് ഭാര്യയുടെ അമ്മയുടെ മുഖമാണ്. ഇരു നിറമാണെങ്കിലും ഐശ്വര്യവും കുലീനതയും ദേവൂട്ടിക്ക് ആവോളം ഉണ്ട്. പക്ഷെ എത്ര പറഞ്ഞാലും അവൾക്ക് ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും നിറം കിട്ടിയില്ല എന്ന് പരാതി മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയെ, ഞാൻ ഇറങ്ങും കേട്ടോ. ദേവൂട്ടി ഭാഗമെടുത്ത് പോകാനായി ഇറങ്ങി. ഒന്ന് നിൽക്കെൻ്റെ കുട്ടിയെ, ഇതാ ഇപ്പോൾ വരാം. ശാരദ, ആ നേരിയതിൻ്റെ തുമ്പൊന്നും എടുത്തോണേ. ഇപ്പോഴാണെങ്കിൽ കുട്ടിയുടെ കൂടെ പോകാം. ഭാരത്തെ സുലോചന എന്ന അമ്പലത്തിലേക്ക് ഇല്ലാത്രേ. കാർത്തിയാനിയമ്മ വേഗം തന്നെ ദേവൂട്ടിക്കൊപ്പം പോകാനായി ഇറങ്ങി വന്നു. ചിക്കു ഇപ്പോൾ പോയി കാണും. എൻ്റെ കൃഷ്ണ, ഈ മുത്തശ്ശിയുടെ കാര്യം. ദേവു ബഹളം വയ്ക്കാൻ തുടങ്ങി. നീ താളിയും പതപ്പിച്ചിരുന്നിട്ട് ഇപ്പം കുറ്റം എനിക്കായില്ലേ? ശാരദേ, ഞാൻ ഇറങ്ങും കേട്ടോ. പഴയ ഒരു വള്ളിച്ചെരുപ്പോയിട്ട് മുത്തശ്ശിയും അവർക്കൊപ്പം ഇറങ്ങി നടന്നു. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെമ്മൺപാത ലക്ഷ്യമാക്കി അവർ രണ്ടുപേരും നടന്നു. കൊയ്ത്തടുക്കാറായി അല്ലേ മുത്തശ്ശി? ദേവു കാർത്തിയാനിയമ്മയെ നോക്കി. കണ്ടില്ലേ, എല്ലാം കനകവർണ്ണം പേര് കിടക്കുമല്ലേ കുട്ടി? അവർ വിളവൊത്ത് കിടക്കുന്ന നെൽക്കതിരുകളിലേക്ക് നോക്കി. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് കൊയ്ത്തൊക്കെ അടുക്കുമ്പോൾ എന്തൊരു ഉത്സവമായിരുന്നു, എന്തുമാത്രം വേലക്കാരായിരുന്നു. ചമയൽ കിടാത്തൻ്റെ പെണ്ണിൻ്റെ പാട്ട് കേൾക്കാൻ നീയും ലച്ചുവും കൂടി അപ്പൂപ്പൻ്റെ പിറകിൽ വന്ന് നിൽക്കും. ചിരുത എന്നാണ് അവളുടെ പേര്. എന്തൊരു ഈണത്തിലാ പെണ്ണ് പാട്ട് പാടുന്നത്. ഓ, അതൊക്കെ ഒരു കാലം. അതേ തമ്പ്രാട്ടിയെ, ഗതകാല സ്മരണകൾ ഉരുവിട്ട് നടക്കാതെ വേഗം വരിക, ചിക്കു പോകും. ദേവു മുത്തശ്ശിയെ പേടിപ്പിച്ചുകൊണ്ട് മുന്നേ നടന്നു. മുത്തശ്ശി അമ്പലത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ദേവു ബസ് സ്റ്റോപ്പിലേക്കും. നിറയെ ആളുകളെയും കുത്തി നിറച്ചുകൊണ്ട് ചിക്കു വരുന്നുണ്ട്. ഒരു തരത്തിൽ ദേവൂട്ടിയും അതിൽ വലിഞ്ഞു കയറി. ശ്വാസം പോലും അടക്കി പിടിച്ച് വേണം നിൽക്കാൻ. കോളേജിലെത്തിയപ്പോൾ ഇത്തിരി താമസിച്ചു. ഹരിസാർ എത്തിയിരുന്ന ക്ലാസ്സിൽ. ശ്രീദേവിക ലേറ്റായിപ്പോയോ എന്നും? അകത്തേക്ക് വരാൻ കൈ കാണിച്ചുകൊണ്ട് സാർ ഉറക്കെ ചോദിച്ചു. ബസ് താമസിച്ചതാ സാറേ, അവൾ പറഞ്ഞു. ആ നാട്ടിൽ കൂടി ഓടുന്ന ഏക ബസ്സാണ് ചിക്കു. അതിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ഹരിസാർ. ചെറുപ്പക്കാരനായ സാറാണ് എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാമൂർത്തി. ഈ മാസം കൊണ്ട് ക്ലാസ് തീർന്നു പോകുന്നതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും. സാറാണെങ്കിൽ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. ഇടയ്ക്കൊക്കെ സാറിൻ്റെ നോട്ടം ദേവുവിൻ്റെ നേർക്ക് പാഞ്ഞു. പാവം, അവൾക്കതൊന്നും മനസ്സിലായില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ലച്ചുവിനും ദേവുവിനും പരീക്ഷാ തിരക്കുകൾ. രണ്ടുപേർക്കും ഈ ആഴ്ച കൊണ്ട് ക്ലാസ് തീരും. നീലമ്മ ചേച്ചിയുടെ കല്യാണത്തിന് നീ വരില്ലേ ലച്ചു? ഒരു ദിവസം ലച്ചു വിളിച്ചപ്പോൾ ദേവു ചോദിച്ചു. കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ എക്സാം തീരും, എന്നിട്ട് വേണം എത്താൻ. നീ ചുരിദാർ എടുക്കുന്നില്ലേടി? ലച്ചു അനുജത്തിയോട്. നേരത്തെ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി വന്നിട്ടെടുക്കാന്നോർത്തായിരുന്നു, ഇനി എങ്ങനെയാവും ആവും. ദേവു ആലോചനയിലാണ്. നീ അമ്മയും കൂട്ടി പോയി എടുക്കുകൂട്ടി. എൻ്റെ ആ മെറൂൺ ചുരിദാറിൻ്റെ അളവിൽ എനിക്ക് കൂടി തയ്പ്പിച്ചാൽ മതി, ലച്ചു പറഞ്ഞു. ഏത് നിറമാണ് വേണ്ടത്? ഏതെങ്കിലും എടുത്തോ നീ, എനിക്ക് എല്ലാ നിറവും ചേരുമല്ലോ. ഞാൻ അമ്മയോട് പറയാം, എന്നിട്ട് വിളിക്കാം. അവൾ ഫോൺ വെച്ചു. ലച്ചു അടുക്കളയിലേക്ക് ചെന്നു. അമ്മയാണെങ്കിൽ വെള്ളരിക്കാൻ നുറുക്കുകയാണ് മോരൊഴിച്ച് പുളിശ്ശേരി വയ്ക്കാനായി. അമ്മേ,
എന്താ മോളെ? ലച്ചു ചേച്ചി വിളിച്ചു. ആണോ? ചേച്ചിക്ക് കൂടി നമ്മൾ ചുരിദാർ മെറ്റീരിയൽ എടുത്തോളാൻ, എന്നിട്ട് തയ്പ്പിക്കാൻ കൊടുക്കാനാ പറയുന്നത്. ചേച്ചി വരുമ്പോൾ ലേറ്റ് ആവുമെന്ന്. ആ, എന്നാൽ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം. അവളെ നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. ആ, ഷോപ്പിൽ ചെന്നിട്ട് ചേച്ചിക്ക് എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യട്ടമേ. ആ, അങ്ങനെ വല്ലതും മതി മോളെ. തൊടിയിൽ നിന്നും മുത്തശ്ശി പറിച്ചെടുത്ത കുറച്ച് അച്ചിങ്ങാപ്പയർ കഴുകി വാരി അവർ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ദേവു ചെന്ന് അതെടുത്ത് മെഴുക്കുരുട്ടി വെക്കാൻ അരിഞ്ഞു വെച്ചു. അപ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വന്നത്. ഇതാ ദേവു, ഇത് വെച്ചോളൂ. വാഴയിലെ പൊതിഞ്ഞ ഒരു പൊതി അവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താ മുത്തശ്ശി? സുലോചന തന്നതാ കസ്തൂരി മഞ്ഞൾ. അവരുടെ തറവാട്ടിൽ കിഴക്ക് നാട്ടിൽ നിന്ന് ആരോ വന്നു, ആ കൂട്ടർ കൊണ്ടൊന്ന് കൊടുത്തതാ. പാൽപ്പാട് ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ മതിയെന്ന്, നല്ലോണം നിറം വയ്ക്കും. ഓ, എനിക്ക് ഈ നിറമൊക്കെ മതി മുത്തശ്ശി. ഇനിയാ ഇത് അരച്ച് പുരട്ടാനൊന്നും എനിക്ക് വയ്യ. അവൾ നാളികേരം എടുത്ത് ചുരണ്ടുകയാണ് പുളിശ്ശേരി വയ്ക്കാൻ. ശാരദേ, ഒതുക്കുകല്ലിലൊന്ന് അമർത്തി ഉരച്ചാൽ മതി, നല്ലോണം അരഞ്ഞു വരും. കുട്ടിക്ക് മടിയാണെങ്കിൽ നീ ഒന്ന് ചെയ്തു കൊടുക്ക. അവരൊന്ന് മൂളി. എൻ്റെ അമ്മ, എനിക്ക് ഈ വക ഒരു സാധനവും വേണ്ട. ഓരോരോ പരിപാടികൾ ചെയ്ത് ടൈം പോകാൻ. ദേവു ആണെങ്കിൽ വന്ന് മുത്തശ്ശിയുടെ കവിളി പിടിച്ചു. എൻ്റെ കുട്ടിക്ക് ഈ മുത്തശ്ശിയുടെ നിറവും ചന്തമല്ലേ കുട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു സങ്കടമാണ്. എനിക്ക് തോന്നി അവസാനം ഇതാവും പറഞ്ഞു വരുന്നത്. ആദ്യം അമ്മയ്ക്കിട്ടൊരു കുഞ്ഞടി വെച്ച് കൊടുക്കണ്ടേ ദേവു? ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, അത്രയ്ക്ക് നിറംകുറവൊന്നും എനിക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ദേവു ആണെങ്കിൽ അവരെ നോക്കി പേടിപ്പിച്ചിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. പരീക്ഷയുടെ തിരക്കുകളെല്ലാം ഇന്നുകൊണ്ട് കഴിയും. ദേവൂട്ടിക്ക് ആകെ ഒരു ഉന്മേഷക്കുറവ്. ഇന്ന് തൻ്റെ കലാലയ ജീവിതം അവസാനിക്കും. ആദ്യമായി കോളേജിലേക്ക് പേടിച്ച് പോയതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. 3 വർഷം പോയത് എത്ര പെട്ടെന്നാണ്. ആദ്യമൊക്കെ ചെറിയ വയറുവേദന വന്നാൽ പോലും മടി പിടിച്ച് വീട്ടിലിരിക്കും. ഹരിസാർ വന്നതിൽ പിന്നെ ഒറ്റ ക്ലാസ് പോലും മിസ്സാക്കാതെ പോകും. മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ മമ്മൂട്ടിയാണ് എല്ലാവർക്കും ഹരിസാർ. ഇന്ന് ക്ലാസ് തീരുമല്ലേ ദേവൂട്ടി? അമ്മ അവളെ ഓർമ്മകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതെ അമ്മേ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങളുടെ ചുരിദാർ ഇന്നാണ് ഊട്ടി കിട്ടുന്നത്? ലച്ചു ഇപ്പോൾ വിളിച്ചു പറഞ്ഞു നാളെ അവൾ വന്നിട്ട് പോയി മേടിച്ചാൽ മതിയെന്ന്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആകാമല്ലോ. ശാരദ മകളോടായി പറഞ്ഞു. ആ, ചേച്ചിക്കും ഇന്ന് എക്സാം കഴിയുമല്ലേ അമ്മേ? എങ്കിൽ ചേച്ചി വന്നിട്ട് പോകാം. ദേവൂട്ടിക്ക് ചേച്ചി വരുന്നതോർത്തപ്പോൾ സന്തോഷമായി. നീ വേഗം പോയി റെഡിയാവും, ഇല്ലെങ്കിൽ ഇന്നും ബസ് പോകും. ശാരദ പറഞ്ഞപ്പോൾ അവൾ തൻ്റെ ചെറിയ തടിയലമാര തുറന്നു. അതിൽ നിന്നും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെണ്ടുമല്ലിയുടെ നിറമുള്ള ഒരു ചുരിദാർ തിരഞ്ഞെടുത്തു. മുടി മുഴുവനായി മടിഞ്ഞ് താഴേക്കിട്ടു. കുറച്ച് പൗഡർ എടുത്ത് മുഖത്തിട്ടു. ശേഷം അല്പം കൺമഷിയെടുത്ത് കണ്ണിന് താഴെ ചെറുതായി വരച്ചു. ഒരു കല്ലിൻ്റെ പൊട്ടുകൂടി ഉറപ്പിച്ച ശേഷം അല്പം ചന്ദനം കൈവെള്ളയും ചാലിച്ച് നെറ്റിമേൽ പുരട്ടി. ചുരിദാറിൻ്റെ നിറമുള്ള ഈ 2 കുപ്പിവളകൾ വീതം കൈകളിൽ ഇട്ടുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് വന്നു. ഇന്ന് സുന്ദരിയായിട്ടാണല്ലോ ദേവൂട്ടിയെ. എൻ്റെ കുട്ടിയെ കാണാൻ എന്തൊരു ചേല. മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടപ്പോൾ അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ്റെ ചിരി കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമായി. എന്തേ അച്ഛാ ഒരു ചിരിയൊക്കെ? മുത്തശ്ശി പറഞ്ഞത് സത്യമല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ച ദേവു തിരിഞ്ഞു നിന്ന് അച്ഛനോട് കയർത്തു. എൻ്റെ കുട്ടി സുന്ദരിയാ. മുത്തശ്ശിയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ്റെ മറുപടിയിൽ അവൾ സംതൃപ്തി ആയില്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. കൂടുതലൊന്നും പറയാതെ ദേവു ഇറങ്ങിപ്പോയി. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഹരിസാറും തൻ്റെ സഹപാഠികളും ചേർന്ന് തമാശകളൊക്കെ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. സാറിന്ന് അമ്പലത്തിൽ പോയിട്ടാണ് വന്നതല്ലേ? ചന്ദനക്കുറി കണ്ടുകൊണ്ട് ചോദിച്ചതാ. മിന്നുമേരിയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മനാൾ, അതുകൊണ്ട് അമ്മയുമായിട്ട് അമ്പലത്തിൽ പോയി. സാർ മറുപടിയും കൊടുത്തു. ആ, ശ്രീദേവിക ഇന്നും നേരത്തെ എത്തിയല്ലോ. സാർ പറഞ്ഞത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. അവൾ ചെറുതായി മന്ദഹസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. സാർ, ഇവൾ മനഃപൂർവ്വം താമസിക്കുന്നതല്ല കേട്ടോ.
ഇവളുടെ കേശഭാരം എനിക്ക് വരുമ്പോൾ ലേറ്റ് ആകുന്നതാ. സാറയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു. തുടരും.